സ്മാർട്ട് മൂവ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണത് ആക്ച്വലി ഇത് സാലറി ഒരുപാട് കിട്ടുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ഈ സാലറി കിട്ടുകയാണെന്നുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് സേവ് ചെയ്യാൻ പറ്റണില്ല. ഇവിടെ ഇത് വലിയൊരു വിഷയമായിട്ട് വന്നുകൊണ്ടിരിക്കുക. 10,000 രൂപ കിട്ടുന്നവരോട് ചോദിക്കുമ്പോഴും 1,00,000 രൂപ കിട്ടുന്നവരോട് ചോദിക്കുമ്പോഴും ഒരേ റെസ്പോൺസ് ആണ്, തികയുന്നില്ല എന്നുള്ളൊരു ആൻസർ ആണ് അവരുടെ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സോ സ്മാർട്ട് മൂവ്സ് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ജോലിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ സാലറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ അപ്ഡേഷൻ ആയിരിക്കും തരുന്നുണ്ടാവുക. സോ ഈ ഒരു കാര്യത്തിനെ കുറിച്ച്, അതായത് സാലറി കൂടുതൽ കിട്ടുന്ന ആൾക്കാർക്ക് എങ്ങനെ നമുക്കത് സേവ് ചെയ്ത് നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരാന്നുള്ളത് നമുക്ക് മെറിനോട് ചോദിക്കാം. സോ മെറിൻ പ്ലീസ്. യെസ്, അപ്പൊ സ്മാർട്ട് മൂവ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ നല്ലൊരു ഹൈ സാലറി വേണം എന്നൊരു ആഗ്രഹത്തോടു കൂടി കാണുന്നവരാണ്. നിങ്ങളും അങ്ങനെ കാണുന്നവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SM ടോക്സിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഇമ്മീഡിയറ്റ്ലി അവരുടെ CV അയച്ചു കഴിഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഹൈ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്കും പലപ്പോഴും അവരുടെ സാലറി പാക്കേജ് ഹാൻഡിൽ ചെയ്യാൻ, ഞാൻ പറയുന്ന ഒരു വേർഡ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. എന്റെ ഒരു ഫ്രണ്ടിന് 70,000 രൂപ നമ്മുടെ തൃശ്ശൂർ സാലറി ഉണ്ട്. ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും 70,000 7,000 കിട്ടുന്ന ഒരാളോട് സംസാരിക്കുന്ന പോലെ ഒന്നും തികയില്ല, ഒന്നിലേക്ക് ആവണില്ല. അതെ, അത് കുറെ പേരുടെ ഒരു പ്രോബ്ലം ആണ്. അത് ഐഡന്റിഫൈ ചെയ്യേണ്ടതുമാണ്, അതിനൊരു സൊല്യൂഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുമാണ്. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാവുന്ന ഒരുപാട് ഫ്രണ്ട്സ് 10,000 വർക്ക് ചെയ്യുന്നവരുണ്ട്. അതിലും നന്നായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നവരുണ്ട് എക്സെപ്ഷനലി. എന്നാൽ ഭൂരിഭാഗം ഒരു 80% ആൾക്കാർക്ക് എത്ര പൈസ കിട്ടിയാലും എന്ത് ചെയ്യണം എന്ന് അറിയാത്തവരാണ്. അതുകൊണ്ട് ഇത് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സേവിംഗ് എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചല്ലോ, സേവിങ്സ് ഫോർ ലൈഫ് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അത് ജോലിയുടെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, വീടിന്റെ ലൈഫ് സ്റ്റൈൽ ആയാലും ഈ എമൗണ്ട് എത്രയാണ് റിസീവ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ ഒരു പെർസെന്റേജ് ഓഫ് സേവിങ് എപ്പോഴും വേണം. അതായത് പൈസ ക്രെഡിറ്റ് ചെയ്യുന്ന മൊമെന്റിൽ തന്നെ എത്ര കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുമോ അത്രയും അവരുടെ വെൽത്ത് കൂടുന്നാണ് പറയുന്നത്. അതായത് പൈസയുടെ വരുന്നു പോകുന്നു എന്നുള്ളതല്ല, അതായത് അവരുടെ കയ്യിൽ അക്കൗണ്ട് ബാലൻസ് ആയിട്ടോ FD ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസറ്റുകളായിട്ടോ ഒക്കെ കരുതാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഒരു എമൗണ്ട്, ചെറിയൊരു എമൗണ്ട്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന ആളുകൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഇന്ന് നിങ്ങൾക്ക് ഒരു 10 രൂപ കിട്ടിയെന്ന് വിചാരിക്കും. ആ 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ 10 രൂപയ്ക്ക് പോയി ചായ കുടിക്കാമെന്ന് ചിന്തിക്കുന്നതിന് പകരം ആ 10 രൂപയിൽ അത് ചേഞ്ച് ആക്കിയിട്ട് 2 രൂപ നിങ്ങളൊന്ന് എവിടെയെങ്കിലും ഒരു, ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ പറയുന്ന പോലെ ഒരു പിങ്കി ബാങ്കിലോ അല്ലെങ്കിൽ ഒരു കുടുക്കയിലോ ഇട്ട് വെച്ചിട്ട് 8 രൂപയ്ക്ക് ചെലവാക്കുന്ന പ്ലാൻസ് മതി. അത് തന്നെയാണ് വലിയ ഫിഗർ ആണെങ്കിലും, അത് ഈ 1 lakh ആണെങ്കിലും 10 lakh ആണെങ്കിലും മണി ഒരു ശീലാണ് ശരിക്കും. അത് എല്ലാവർക്കും പറ്റും. ഇപ്പൊ 1 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപയൊക്കെ ഒരു ദിവസം സേവ് ചെയ്യാൻ ഇപ്പൊ നമ്മളൊക്കെ വിചാരിച്ചാൽ പറ്റും. പക്ഷെ ഇന്നും അത് ചെയ്യണില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. അത് ചെയ്യുന്ന ഒരുപാട് പേരുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ഫിനാൻഷ്യൽ കോൺഫിഡൻസ് ഉണ്ടാവും. എന്തൊക്കെ അവരുടെ ചുറ്റിലും നടന്നു കഴിഞ്ഞാലും എനിക്ക് എന്റെ കാര്യം തനിച്ച് നോക്കാൻ പറ്റും. വേണം. അപ്പൊ അതുകൊണ്ട് അസറ്റ് ആവശ്യമുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് ഓരോരുത്തർ ഡിസൈഡ് ചെയ്യാം. ചിലവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ബാങ്ക് ബാലൻസ് വളരെ ഡീപ്പ് റൂട്ടഡ് ആണ്, പക്ഷെ അവരുടെ ജീവിത രീതി നോക്കിക്കഴിഞ്ഞാല് വളരെ പരിതാപകരമായിട്ട് തോന്നും. അവർ ഉപയോഗിക്കുന്ന ഓരോരോ സാധനങ്ങളാണെങ്കിലും അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ആണെങ്കിലും അവർ പറയുന്ന സംസാരങ്ങളാണെങ്കിലും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ഒരു ഹാപ്പിനെസ് അതിനകത്ത് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരുപാട് നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ പൈസയുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സാലറിയിലേക്ക് നോക്കുന്നവരാണെങ്കിൽ സ്മാർട്ട് മൂവ്സിന്റെ ഈ CV, ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ CV അയക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഹൈ സാലറി കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ മെറിൻ സംസാരിച്ചത്. ഇതിന് തുടർച്ചയായിട്ടുള്ള വീഡിയോസ് നമ്മൾ റെഗുലർ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വേക്കൻസി കാണാം. നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ജോലിയുമായി സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് സ്കില്ലുകൾ, ഇന്റർവ്യൂവുമായി സംബന്ധിച്ച ഒരുപാട് സ്കില്ലുകൾ, സാലറി ഒക്കെ നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടിപ്സ് ആൻഡ് ടെക്നിക്സ് ആയിരിക്കും നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ടാവുക. ഒരുപാട് പുതിയ ജോലി നല്ല ഹൈ എൻഡിൽ നിൽക്കുന്ന ആൾക്കാരെ ഞങ്ങൾ ഈ ചാനലിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. സോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ മാക്സിമം ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ജോലി ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ നിങ്ങൾ CV അയക്കുക. വലിയ ചാർജ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് നല്ല ജോലിക്ക് കയറാവുന്നതാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ദിവസം കാണാം. താങ്ക് യു.